Hello friends, ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന Adobe Illustrator സോഫ്റ്റ്വെയറിൻ്റെ 25th പാർട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മാസ്റ്റർ മീഡിയ. AI സോഫ്റ്റ്വെയറിലെ ടൂൾസ് കാറ്റഗറിയിൽ ഒരുവിധം എല്ലാ ടൂൾസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എന്നിരുന്നാലും കുറച്ച് പ്രധാനപ്പെട്ട ടൂൾസുകൾ കൂടി നമുക്ക് പരിചയപ്പെടാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ പഠിക്കാൻ പോകുന്ന ടൂളാണ് പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ. ഒരു പെർസ്പെക്റ്റീവ് ആംഗിളിൽ നിന്നുകൊണ്ട് ഏത് വിധേനയുള്ള ഡിസൈൻസ് ആണെങ്കിലും ഡ്രോയിങ്സ് ആണെങ്കിലും ഒക്കെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ് പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ. ഇപ്പം ഞാൻ ആ ടൂളിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെ ക്യാൻവാസിൽ 4 കോർണറോട് കൂടിയിട്ടുള്ള കുറച്ച് ഗ്രിഡുകൾ അപ്പിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗ്രിഡുകൾ, അതായത് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പല ആംഗിൾസിലുള്ള ഗ്രിഡ്സുകൾ ഉപയോഗിച്ചിട്ടാണ് പെർസ്പെക്റ്റീവ് ഷേപ്പിലുള്ള പല ഡ്രോയിങ്സുകളും നമ്മൾ ഈസിയായി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. പെർസ്പെക്റ്റീവ് ടൂളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഗ്രിഡ് ക്യാൻവാസിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് ഏരിയയിലായിട്ട് ഒരു ചെറിയ ക്യൂബ് കൂടെ നമുക്ക് കാണാം. ഒരു 3 സൈഡ്സിലുള്ള ഒരു ചെറിയ ക്യൂബ്. അതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്രിഡിൽ ഇപ്പോൾ ഈ കാണുന്ന ഗ്രിഡിൻ്റെ ഓരോ സൈഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സൈഡ്സിനെയും ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോക്സ് യൂസ് ചെയ്യുന്നത്. എനിവേസ് നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ആദ്യം ഈ ഗ്രിഡിനെ ഒന്ന് ബേസിക്കലായിട്ട് പരിചയപ്പെടാം. ഓക്കെ, സോ ഇതിൽ നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത് ഇതിൻ്റെ സൈസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ആംഗിൾസ് ഒക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രിഡ് ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കാണുന്നുണ്ടാവും സൈഡിലൊക്കെ ഒരു വൈറ്റ് ഡോട്ട്സ്, വൈറ്റും ഉണ്ട്, അതുപോലെ താഴെ ഭാഗത്തായിട്ട് ഗ്രേ കളർ 3 ഡോട്ട്സും കാണാം. അപ്പോൾ ഈ ഡോട്ട്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ സൈസും മറ്റുള്ള ആംഗിൾസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പം നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, ഞാനിതിൽ കാണുന്ന ഓരോ പോയിൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് അത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ ഭാഗത്ത്, ഇപ്പോൾ സെൻറ്ററിലുള്ള പോയിൻറ്റ്സ് മൂവ് ചെയ്യുമ്പോൾ സെൻറ്റർ ഏരിയയിൽ മാറ്റം വരുന്നുണ്ട്. അതുപോലെ സൈഡ്സിലുള്ള പോയിൻറ്റ്സിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ആംഗിൾസും അതുപോലെ തന്നെ ഓവറോൾ ഹൈറ്റും വിഡ്ത്തെല്ലാം മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ ഓവറോൾ വിഡ്ത്ത്, ഹൈറ്റിലും അതുപോലെ ആംഗിൾസിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റ് ഡോട്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ലൈനിൽ താഴെ ഭാഗത്തായിട്ട് മറ്റൊരു വൈറ്റ് ബട്ടൺ കൂടി കാണാം. അത് നമ്മൾ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓവറോൾ ഗ്രിഡ്സിൻ്റെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 2 സൈഡ്സിലും കാണുന്ന വെർട്ടിക്കൽ ലൈൻസിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ വൈറ്റ് ബട്ടൺസ് കാണാം. അത് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്തും ആ സൈഡ്സിലുള്ള ഗ്രിഡിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇനി അത് കൂടാതെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് 3 ഗ്രേ ബട്ടൺസ് കൂടി കാണാം. അതിൻ്റെ മിഡിലിൽ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓവറോൾ ഹൈറ്റിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ്സിൽ കാണുന്ന ബട്ടൺസിലാണ് ചേഞ്ചസ് വരുന്നതെങ്കിൽ ആ 2 സൈഡ്സും, അതായത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഓറഞ്ച് ബ്ലൂ കളറിലുള്ള 2 സൈഡ്സും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് മൂവ് ചെയ്യാനും അതല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾസിൽ മാറ്റം വരുത്താനും കഴിയുന്നുണ്ട്. കൂടാതെ മറ്റ് ചില കൺട്രോൾസ് കൂടി ഈ ബട്ടണിൽ അവൈലബിൾ ആണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലൊരു സിംഗിൾ ക്ലിക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ പൊസിഷനിലുള്ള ഗ്രിഡ്സിനെ കംപ്ലീറ്റ് ഒരു സോളിഡ് സർഫേസ് ആക്കി എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതായത് ആ ഗ്രിഡ്സ് മാറിയിട്ട് അവിടെ ഒരു സിംഗിൾ കളർ, ഒരു ഫ്ലാറ്റ് സർഫേസിലുള്ള ഒരു സിംഗിൾ കളർ വന്നിട്ടുണ്ട്. ഇനി അതല്ല, ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആ ഒരു ഏരിയയിലുള്ള ഗ്രിഡിനെ ഹൈഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പല സൈഡിലെയും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും ആ ഒരു മാറ്റം എന്താണെന്നുള്ളത്. സോ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ബട്ടൺസ് എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ ഗ്രിഡ്സിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ കാണുന്ന പെർസ്പെക്റ്റീവ് ഗ്രിഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺട്രോൾസുകൾ. പെർസ്പെക്റ്റീവ് ഗ്രിഡ് എന്താണെന്നുള്ളതും അതിന് ചുറ്റും കാണുന്ന ഈ വൈറ്റ് അതുപോലത്തെ ഗ്രേ പോയിൻറ്റ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിലേക്ക് എങ്ങനെ ഒരു ഡ്രോയിങ്സ് അതല്ലെങ്കിൽ ഒരു ഷേപ്പിനെ അറ്റാച്ച് ചെയ്യാം എന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി മുൻപ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ടോപ്പ് ഏരിയയിൽ കാണുന്ന ക്യൂബ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. ലെഫ്റ്റ് ക്യൂബ്, റൈറ്റ് ക്യൂബ്, അതുപോലെ വെർട്ടിക്കൽ ആക്സിസിൽ കാണുന്ന ടോപ്പ്, ബോട്ടം സൈഡുകളൊക്കെ തന്നെ സെലക്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ സൈഡ് ആക്റ്റീവ് ആക്കി നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ക്യൂബ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 3 കളേഴ്സാണത്. ലെഫ്റ്റ് ക്യൂബിൽ
ബ്ലൂ കളറും റൈറ്റ് ക്യൂബിൽ ഓറഞ്ച് കളറും അതുപോലെ ടോപ്പ് ബോട്ടം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഗ്രിഡ് ആക്റ്റീവ് ആക്കുകയാണ്. അതിനുവേണ്ടി ലെഫ്റ്റ് ക്യൂബിൽ കാണുന്ന ആ ബ്ലൂ കളർ ക്ലിക്ക് ചെയ്തു. ദെൻ ഇനി നമുക്ക് എങ്ങനെ ഒരു ഷേപ്പ് ഇതിലേക്ക് വരയ്ക്കാൻ നോക്കാം. സിമ്പിളാണ്. ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ആ ഒരു ആക്റ്റീവായി നിൽക്കുന്ന സൈഡിലേക്ക് വെറുതെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. നമ്മൾ നോർമലായി വരയ്ക്കുന്ന സമയത്ത് തന്നെ ആ ആക്റ്റീവായി കിടക്കുന്ന സൈഡിലേക്ക് നമ്മളെ ഷേപ്പ് അറ്റാച്ചായി വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ക്യൂബ് സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ഗ്രിഡ് ആക്റ്റീവായി. അവിടെയും ഞാൻ ഇതുപോലെ തന്നെ മറ്റൊരു ഷേപ്പ് ഡ്രോ ചെയ്യണം. കളറൊന്ന് ചേഞ്ച് ചെയ്ത് ഷെയ്ഡിങ്ങിൻ്റെ ആ ഒരു ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി താഴെ ഭാഗത്തുള്ള ഗ്രിഡിലും ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ബേസ്മെൻറ്റ് പോലെയൊക്കെ നമുക്ക് വരച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ആ മിഡിൽ ലൈൻസ് മുതൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മളൊരു ബോക്സ് വരയ്ക്കുന്ന അതേ ലാഘവത്തോടെ തന്നെയാണ്. കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ബോക്സ് വരയ്ക്കുന്ന പോലെ തന്നെ വരച്ചു കൊടുത്തു. ഇപ്പോൾ ഞാൻ അതിൻ്റെ കളറൊന്ന് മാറ്റി ഗ്രേ കളർ കൊടുത്ത് അതിനെ സെൻഡ് ടു ബാക്കിലേക്ക് കൊടുത്തു. എക്സാമ്പിൾ ഇപ്പോൾ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ബേസ്മെൻറ്റിൽ ഒരു ഫ്ലാറ്റ് സർഫേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആ ഗ്രിഡ് ഒന്ന് ഹൈഡ് ചെയ്ത് ഡ്രോയിങ് മാത്രമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ എസ്കേപ്പ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ആ ഗ്രിഡ് ഹൈഡായി പോകുന്നതും കാണാൻ പറ്റും. സോ അപ്പോൾ ഇങ്ങനെയാണ് പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ ഓരോ സൈഡും സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പല ഡ്രോയിങ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് ആ ഗ്രിഡ് കാണണം എന്നുണ്ടെങ്കിൽ പെർസ്പെക്റ്റീവ് ടൂളിൽ ഒരു സിംഗിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ഗ്രിഡ് അതേപോലെ തന്നെ എങ്ങനെയായിരുന്നോ പഴയ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് ആ സ്റ്റേജിൽ തന്നെ നമുക്ക് ആ ഗ്രിഡ് കാണാനും സാധിക്കും. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പൊതുവായി മനസ്സിലാക്കേണ്ടത്, പെർസ്പെക്റ്റീവ് ടൂളിനെ കുറിച്ച് അറിയാത്ത ഒരാൾ അതല്ലെങ്കിൽ ആ ഒരു ടൂൾ പഠിക്കാതെ മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് പെർസ്പെക്റ്റീവ് ടൂളിൽ അറിയാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ ഒന്ന് പ്രസ് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രിഡ് ക്യാൻവാസിൽ അപ്പിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ പിന്നീട് അത് ഡിലീറ്റ് കീ പ്രസ് ചെയ്താലൊന്നും ഒരിക്കലും അത് റിമൂവ് ആവില്ല. പല ആളുകളും സംശയം ചോദിക്കുന്നതാണ്, ഇങ്ങനെ ഒരു ഗ്രിഡ് വന്നിട്ടുണ്ട് എങ്ങനെ ഒഴിവാക്കും എന്നൊക്കെ. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ കീബോർഡിൽ കോർണറിൽ കാണുന്ന ആ എസ്കേപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഗ്രിഡ് അവിടെ ഹൈഡായി പോകും. അതുകൂടാതെ തന്നെ പെർസ്പെക്റ്റീവ് ടൂളിൽ മെനു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാലും ഈ ഗ്രിഡിനെ നമുക്ക് റിമൂവ് ചെയ്യാം. സോ അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ഗ്രിഡ് ഏരിയയിൽ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ആ ഷേപ്പിനെ സെയിം ആംഗിളിൽ നിന്നുകൊണ്ട് എങ്ങനെ റീസൈസ് ചെയ്യാം എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂളിൻ്റെ കാറ്റഗറിയിൽ തന്നെ രണ്ടാമതായിട്ട് കാണുന്ന പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ എന്നുള്ള ഈ ഒരു ടൂളിനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ എടുത്ത് ഏത് സൈഡാണോ ആക്റ്റീവ് ആയിരിക്കുന്നത് ആ സൈഡിലെ ഷേപ്പ് സെലക്ട് ചെയ്ത് നമുക്ക് സെയിം ആംഗിളിൽ തന്നെ മൂവ് ചെയ്യാനും സാധിക്കും. ഒപ്പം തന്നെ സാധാരണ നമ്മൾ ട്രാൻസ്ഫോം ടൂളിലൊക്കെ കാണുന്ന പോലെ അതിൻ്റെ ആ ഒരു എഡ്ജ് ഏരിയയിലും കോർണർ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് പോയിൻറ്റ്സുകൾ ഉണ്ടാവും. ആ പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് അതിനെ റീസൈസ് ചെയ്യാനും നമുക്ക് പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ സെയിം ആംഗിളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഞാനിതിൻ്റെ കറക്റ്റ് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് താൽക്കാലികമായി ഇതിൻ്റെ ഗ്രിഡ് ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ സ്ട്രക്ചർ പോലെ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും ബിൽഡിംഗ് ആയിട്ടില്ല. നമുക്ക് ഇതിലും ഇനിയും അഡീഷണൽ ആയിട്ടുള്ള ഡ്രോയിങ്സുകളൊക്കെ വന്നാലേ ആവുകയുള്ളൂ. ഇപ്പോൾ ആ 3 സൈഡ്സും അതുപോലെ ബേസ്മെൻറ്റ് ഏരിയയിലുള്ള ആ ഒരു സർഫേസുമാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ബിൽഡിംഗ് പോലെ നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വിൻഡോസ് അപ്ലൈ ചെയ്യണം. വിൻഡോസിന് വേണ്ടി ഞാൻ കുറച്ച് സ്മോൾ സൈസിലുള്ള റെക്റ്റാങ്കിൾ വരച്ച് അത് കോപ്പി ചെയ്തെടുത്തിരിക്കുകയാണ്. കോപ്പി ചെയ്ത് കൺട്രോൾ ഡി അടിച്ച് XY ഡയറക്ഷനിലേക്ക് ഞാനത് റിപ്പീറ്റ് ചെയ്ത് വെച്ചു. ഇനി വിൻഡോസിന് വേണ്ടി നമ്മൾ വരച്ചിട്ടുള്ള ഈ എല്ലാ റെക്റ്റാങ്കിൾസും ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്ത് ഞാൻ വീണ്ടും ഗ്രിഡ് ടൂൾ എടുത്തു. ഗ്രിഡ് ടൂൾ എടുത്തപ്പോൾ തന്നെ ഗ്രിഡ് ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. ഇനി ഏത് സൈഡിലേക്കാണോ നമുക്ക് വേണ്ടത്, ഏത് ഭാഗത്തേക്കാണോ ഈ ഒരു വിൻഡോ ഏരിയയെ നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ആ ക്യൂബിൽ പോയി ആ ഒരു ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ റൈറ്റ് സൈഡിലുള്ള ആ ഓറഞ്ച് ഗ്രിഡാണ് സെലക്ട് ആയി കിടക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഗ്രിഡ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ വരച്ചിരിക്കുന്ന ആ വിൻഡോ ഏരിയ കംപ്ലീറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ആക്റ്റീവ് ഗ്രിഡ് ഏരിയയിലേക്ക് മൂവ് ചെയ്ത് വെക്കുക. മൂവ് ചെയ്ത് ആ ഗ്രിഡിൻ്റെ മുകളിലായി പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ സെയിം ആംഗിളിൽ, സെയിം പെർസ്പെക്റ്റീവ് ആംഗിളിൽ അത് അറ്റാച്ചായി വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇത്തരത്തിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫോം ടൂളും അതുപോലെ സ്ക്യൂ ഓപ്ഷനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ആ വിൻഡോ ഷേപ്സ് സെലക്ട് ചെയ്ത് പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് ഗ്രിഡ് ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യാം. പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ സെലക്റ്റഡ് ഏരിയയിലേക്ക് ഷേപ്പ് മൂവ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആ ഒരു ആംഗിളിൽ ഫിറ്റായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
സി ഇപ്പോൾ ഇവിടെ ആ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ വിൻഡോസിന് വേണ്ടി വരച്ചിട്ടുള്ള ആ റെക്റ്റാങ്കിൾസ് ഞാൻ അതിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ വിൻഡോസിനെ കൊണ്ടുവന്നപ്പോഴും ആ ഒരു സൈഡ് ഞാൻ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. മുൻപ് പറഞ്ഞ പോലെ ടോപ്പ് ഏരിയയിലുള്ള ആ ഒരു ക്യൂബിൽ ലെഫ്റ്റ് സൈഡിലെ ഏരിയ സെലക്ട് ചെയ്തു. ബ്ലൂ കളർ ഏരിയ സെലക്ട് ചെയ്തപ്പോഴാണ് നമുക്കതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഈ രീതിയിലാണ് പെർസ്പെക്റ്റീവ് ഗ്രിഡിലേക്ക് നമ്മൾ ഡയറക്റ്റായി ഒരു ഷേപ്പിനെ ഡ്രോ ചെയ്യുന്നതും ഒപ്പം തന്നെ ഗ്രിഡിന് പുറത്തായി നമ്മൾ വരയ്ക്കുന്ന ഒരു ഷേപ്പിനെ എങ്ങനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം എന്നുള്ളതുമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂളിൻ്റെ ഏതാനും ചില മെനു ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വ്യൂ മെനൂസിൽ പെർസ്പെക്റ്റീവ് ഗ്രിഡ് സെലക്ട് ചെയ്തു. പെർസ്പെക്റ്റീവ് ഗ്രിഡിൽ ആദ്യം കാണുന്ന ഒരു മെനു ഓപ്ഷനാണ് ഹൈഡ് ഗ്രിഡ്. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഗ്രിഡിനെ പൂർണ്ണമായി ഹൈഡ് ചെയ്യാനും അതുപോലെ തന്നെ അൺഹൈഡ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. മുൻപ് ഞാൻ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഹൈഡ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് മറ്റൊരു മെത്തേഡാണ്. ഈ ഒരു ഫംഗ്ഷൻ ഷോർട്ട് കീയിലൂടെ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് കൺട്രോൾ ഐ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ രണ്ടാമതായിട്ട് കാണുന്ന ഓപ്ഷൻ ഷോ റൂളേഴ്സ് ആണ്. അതായത് ഒരു റൂളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ കൺട്രോൾ ആറൊക്കെ അടിച്ചിട്ട് ക്യാൻവാസിന് റൂളർ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രിഡിനും ഓരോ റൂളേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ റൂളറിൻ്റെ ഒരു വാല്യൂ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു റൂളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോ റൂളർ എന്നുള്ള ഈ ഒരു മെനു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ വരുന്നൊരു ഓപ്ഷൻ സ്നാപ്പ് ടു ഗ്രിഡ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പെർസ്പെക്റ്റീവ് ഗ്രിഡിലേക്ക് ഏതെങ്കിലും ഷേപ്പിനെയോ ഇമേജിനെയോ സ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഗ്രിഡ് ഏരിയയിലേക്ക് സ്നാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ മെനു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്ന് ലോക്ക് ഗ്രിഡും മറ്റൊന്ന് ലോക്ക് സെലക്ഷൻ പോയിന്റും. ലോക്ക് ഗ്രിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രിഡിനെ പൂർണ്ണമായി ലോക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ആ ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് അൺലോക്ക് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ലോക്ക് സെലക്ഷൻ പോയിന്റിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ പോയിന്റ്സുകളെ ലോക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു മെനു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. സിമ്പിളാണ്, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ കാണുന്ന ഈ ഗ്രിഡ്സിനെയും അതുപോലെ തന്നെ പോയിന്റ്സിനെയും ലോക്ക് ചെയ്യാനും അതോടൊപ്പം അൺലോക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഇതിൽ വരുന്നത് ഡിഫൈൻ ഗ്രിഡ് ആണ്. ഡിഫൈൻ ഗ്രിഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഡിഫൈൻ പെർസ്പെക്റ്റീവ് ഗ്രിഡ് എന്നുള്ള ഒരു പാനൽ അപ്പിയർ ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് കൂടി ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് വരുന്നത് പെർസ്പെക്റ്റീവ് ഗ്രിഡ് സെറ്റിംഗ്സ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിനു മുമ്പേ പ്രീസെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി കാണാം. ഗ്രിഡിൻ്റെ വ്യൂസിനനുസരിച്ചുള്ള കുറച്ച് പ്രീസെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടും ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ സെറ്റിങ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ടൈപ്സുകൾ അവൈലബിൾ ആണ്. 1 പോയിന്റ് പെർസ്പെക്റ്റീവ്, 2 പോയിന്റ് പെർസ്പെക്റ്റീവ്, അതുപോലെ 3 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്നുള്ള 3 കാറ്റഗറീസ് ആണ് ഇതിലുള്ളത്. ഇതിൽ 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ആണ് ഇപ്പോൾ നമുക്ക് ക്യാൻവാസിൽ ഡീഫോൾട്ട് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി 1 പോയിന്റ് പെർസ്പെക്റ്റീവ് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ സെൻട്രൽ ആ കാണുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ രണ്ട് സൈഡിലുള്ള ഗ്രിഡ്സും വന്നിരിക്കുന്നത്. ആ ഒരു മാറ്റമാണ് 1 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്നുള്ള ഓപ്ഷനോട് ഉദ്ദേശിക്കുന്നത്. ദെൻ 3 പോയിന്റ് പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 3 പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പെർസ്പെക്റ്റീവ് ഗ്രിഡ് അപ്പിയർ ആവുന്നത്. 3 പോയിന്റ് സെലക്ട് ചെയ്തപ്പോൾ ആ ഒരു ഗ്രിഡിന്റെ സ്റ്റൈലിൽ വന്ന മാറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ പല വിധേനയും നമുക്ക് ഗ്രിഡ്സിനെ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗ്രിഡിലൂടെ ഈ ഒരു പാനലിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. വീണ്ടും ഞാൻ 2 പോയിന്റ് പെർസ്പെക്റ്റീവ് സെലക്ട് ചെയ്ത് പഴയ സ്റ്റേജിലേക്ക് തന്നെ മാറ്റിയെടുത്തു. ടൈപ്സിന് ശേഷം നെക്സ്റ്റ് ഇതിൽ വരുന്നൊരു ഓപ്ഷൻ യൂണിറ്റ്സ് ആണ്. പലതരത്തിലുള്ള മെഷർമെൻറ്റ്സ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള യൂണിറ്റ്സ് ഏതാണെന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. സെൻറ്റിമീറ്റർ, ഇഞ്ചസ്, പിക്സൽ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അത് ഇവിടെ മാറ്റി കൊടുക്കാം. നെക്സ്റ്റ് ഇതിൽ കാണുന്ന ഒരു ഓപ്ഷനാണ് സ്കെയിലിംഗ്. ഗ്രിഡിന് ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ സ്കെയിലിംഗ് റേഷ്യോ നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. ഡിഫോൾട്ടായിട്ട് 1:1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഗൈഡ് ലൈൻ എവരി എന്നുള്ളൊരു ഓപ്ഷനാണ്. നിലവിൽ ഇപ്പോൾ അവിടെ ഒരു വാല്യൂ നിങ്ങൾ കാണുന്നുണ്ടാവും 1.6 എന്നുള്ളത്. അപ്പോൾ അതൊന്ന് മാറ്റി ഞാനൊരു 0.5 ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഓക്കെ കൊടുത്തപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ ഒരു തിക്നെസ് കൂടി വന്നിട്ടുണ്ട്. ഓവറോൾ ഗേറ്റ്സിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞു വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ വാല്യൂ കുറച്ചാണ് കൊടുത്തത്, ഇനിയിപ്പോൾ വാല്യൂ കൂട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഗ്യാപ്പ് കൂടി വരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ചാണ് ആ ഡിസ്റ്റൻസിൽ മാറ്റം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ കാണുന്നത് വ്യൂയിങ് ആംഗിൾ, അതുപോലെ വ്യൂയിങ് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഹൈറ്റ് എന്നീ ഓപ്ഷൻസ് ആണ്. അതിൽ വ്യൂയിങ് ആംഗിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിതിൻ്റെ ഓവറോൾ ആംഗിളിൽ മാറ്റം വരുത്താം. ഇപ്പം ഇവിടെ 45 ആംഗിൾ എന്നുള്ളത് ഞാനൊരു 30 ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു 30 ആംഗിളിലേക്ക് ആ ഒരു ഗ്രിഡ് മാറിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ പെർസ്പെക്റ്റീവ് ഗ്രിഡിൻ്റെ ആംഗിളിൽ മാറ്റം വരുത്താനും അതുപോലെ ഓവറോൾ ഹൊറിസോണ്ടൽ ഹൈറ്റ്, വ്യൂയിങ് ഡിസ്റ്റൻസ് എന്നീ കാര്യങ്ങളൊക്കെ വളരെ ഈസിയായി നമുക്ക് മാറ്റം വരുത്താനും സാധിക്കും. ഓക്കെ, ദെൻ ഈ ഒരു സെറ്റിംഗ്സ് പാനലിൽ അവസാനമായി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഗേറ്റ്സിൻ്റെ കളേഴ്സും അതുപോലെ തന്നെ ഒപ്പാസിറ്റിയും അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും 3 കളേഴ്സാണുള്ളത്. ഒന്ന് ബ്ലൂ, മറ്റൊന്ന് ഒരു ഓറഞ്ച് കളറ്, താഴെ ഭാഗത്തായിട്ട് ഒരു ഗ്രീൻ കളറുമാണുള്ളത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ കളറുകൾ മാറ്റി കൊടുക്കാം. എക്സാമ്പിൾ ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ബ്ലൂ കളറാണ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കളർ സെറ്റ് ചെയ്യുക. ദെൻ ഓക്കെ കൊടുക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു കളർ അതിലേക്ക് അപ്ലൈ ആവും. ഇതിപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടാണ് മാറ്റിയത്. ഇനി അതുകൂടാതെ തന്നെ ലെഫ്റ്റ് ഗ്രിഡ്, റൈറ്റ് ഗ്രിഡ്, ഹൊറിസോണ്ടൽ ഗ്രിഡ് എന്നീ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച കുറച്ച് കളേഴ്സ് ഉണ്ട്. അത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റം വരുത്താം. ലാസ്റ്റായിട്ട് നമ്മളിതിൽ കാണുന്നൊരു ഓപ്ഷനാണ് ഒപ്പാസിറ്റി. നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പെർസ്പെക്റ്റീവ് ഗ്രിഡിൻ്റെ ഒപ്പാസിറ്റി കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലൊക്കെ വളരെ ഈസിയായി ഈ ഒപ്പാസിറ്റി സ്ലൈഡറോ അതല്ലെങ്കിൽ വാല്യൂ വെച്ചിട്ട് നമുക്കത് മാറ്റം വരുത്താൻ സാധിക്കും. ഇപ്പോൾ ഒപ്പാസിറ്റി കുറച്ചാണ് ഞാൻ കൊടുത്തത്. ഒപ്പാസിറ്റി കുറച്ച് കൊടുത്തപ്പോൾ ആ ഒരു മാറ്റം നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു ടൂളിലൂടെ പഠിക്കാനുള്ളത്. എങ്ങനെ പെർസ്പെക്റ്റീവ് ഗ്രിഡിലേക്ക് ഒരു ഇമേജിനെ അറ്റാച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ഇമേജിനെ എങ്ങനെ ഈ ഒരു ഗ്രിഡിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഈ ക്യാൻവാസിലേക്ക് 2 ഇമേജസിനെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് റീസൈസ് ചെയ്തതിന് ശേഷം തൽക്കാലം നമുക്കത് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ആ ഒരു ഇമേജ് പ്ലേസ് ചെയ്യേണ്ടത് ഈ 2 സൈഡിലുള്ള ഗ്രിഡിലേക്കാണ്, അതായത് ബ്ലൂ സൈഡും ഓറഞ്ച് സൈഡിലേക്കുമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഈ ബ്ലൂ ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ ആ കറക്റ്റ് പെർസ്പെക്റ്റീവ് ആംഗിൾ തന്നെ ഒരു ഷേപ്പ് ഡ്രോ ചെയ്തു. റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം പാറ്റേണിൽ തന്നെ ഒരു ഷേപ്പ് ഡ്രോ ചെയ്തു, ഒരു റെക്ടാങ്കിൾ ഷേപ്പ്. ദെൻ അതിലേക്ക് ജസ്റ്റ് 2 കളറുകൾ കൊടുത്തു. വെറുതെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ്. ഒരു ഗ്രീൻ കളറും മറ്റൊന്ന് ബ്ലൂ കളറായിട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ ഇമേജുകളിൽ ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആ സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഷേപ്പ് ഉണ്ടല്ലോ, ഗ്രീൻ ഷേപ്പ്, അതിൻ്റെ ബാക്ക് സൈഡിലായിരിക്കണം നമുക്ക് വേണ്ട ഇമേജ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അതല്ലെങ്കിൽ സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ആ 2 ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുക. ആ ഷേപ്പും അതുപോലെ ഇമേജും സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് മെനുവിൽ എൻവലപ്പ് ഡിസ്റ്റോർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് കൊടുക്കുക. മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ഇമേജ് പ്ലേസ് ആയിട്ടുണ്ട്. ഓക്കെ, Ctrl+Alt+C ആണ് അതിൻ്റെ ഷോർട്ട് കീ. ഇനി ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇമേജും ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇമേജ് ഫോർമാറ്റ്സിലുള്ള ഫയൽസിനൊക്കെ വളരെ ഈസിയായി ഈ പറയുന്ന പെർസ്പെക്റ്റീവ് ഗ്രിഡിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷേപ്സിനൊക്കെ ഇതുപോലെ സ്ക്യൂ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഒരു ഇമേജിന് നമുക്കൊരിക്കലും ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്ക്യൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായി മാറുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ആ ബേസ് ഏരിയയിലും ഒരു ഷേപ്പ് വരച്ചിട്ട് നമുക്കൊരു ഇമേജിന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഗ്രേ കളർ ഇമേജ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ഗ്രിഡിൻ്റെ ആ ഒരു സെൻറ്റർ പോയിന്റ് ബേസ് ചെയ്ത് റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഞാൻ മറ്റൊരു ഷേപ്പ് കൂടി താഴെ ഭാഗത്തായിട്ട് വരച്ചു. ഇമേജ് സെലക്ട് ചെയ്തു. ദെൻ ഒബ്ജക്റ്റ് മെനുവിൽ എൻവലപ്പ് ഡിസ്റ്റോർട്ട്, ദെൻ സെലക്ട് മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ആ ഒരു ഇമേജും നമ്മൾ മൂന്നാമതായിട്ട് വരച്ച ഷേപ്പിലേക്ക് അറ്റാച്ച് ആയിട്ടുണ്ട്. സെൻഡ് ടു ബാക്ക് കൊടുത്ത് അതിനെ ബാക്ക് സൈഡിലേക്ക് അറേഞ്ച് ചെയ്തു. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെടുക്കുന്ന ഇമേജസ് എല്ലാം തന്നെ പെർസ്പെക്റ്റീവ് ഗ്രിഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ഉപയോഗിച്ച് തന്നെ ഞാനൊരു വർക്ക് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഈ ടൂൾ പഠിക്കാനും ഒപ്പം തന്നെ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആവും ഈ ഒരു വർക്ക്. ഒരു പാക്കറ്റ് ഡിസൈനാണ് നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവ് ഗ്രിഡ് ഉപയോഗിച്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഒപ്പം തന്നെ അത്തരത്തിലുള്ളൊരു വർക്ക് ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ.